Hi, hello. Welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടു വീലേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സൽ ബാഗുകളാണ്. അത് ലഗേജ് കാരിയേഴ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാഗുകളാണ്. അപ്പോൾ വിയറ്റാറ ബ്രാൻഡിലും മോട്ടോ വോൾഫ് ബ്രാൻഡിലൊക്കെ വരുന്ന കുറച്ച് പ്രീമിയം ബാഗാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ മോൺ ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോ വോൾഫിൻ്റെ ഒരു ക്യൂട്ട് ബാഗാണ്. ഈ ഒരു ബാഗിൻ്റെ ഫ്രണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഒരു ഏരിയയിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള ടച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. അധികം വലിയ സൈസൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ സ്പെറ്റ്സ് നമ്മളിപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുമല്ലോ, അതൊക്കെ നമുക്കിതിൽ എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു പൗച്ച് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഈ ഒരു ബാഗ് കണ്ടോ, ഇതിൻ്റെ കവറാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ടച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയ ഒക്കെ ഇതിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ടാങ്ക് ബാഗായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലഗേജ് കാരിയറിൻ്റെ ആ ഒരു സീറ്റിലും നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്കിത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂണിവേഴ്സലായിട്ട് എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ബാക്ക് പാക്കാണിത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫോൺ വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോണ് പിന്നെ വീണ് പോകുന്നില്ല. നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിൽ മോട്ടോ വോൾഫിൻ്റെ പരസ്യമാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സേഫ്റ്റി ബാഗാണ്. ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു ബാഗ് ഡ്രിഫ്റ്റ് മോഡ് പാക്ക് എന്നുള്ള ബ്രാൻഡിൽ വരുന്ന കാർബോനാഡോ എന്നുള്ളൊരു പാറ്റേൺ ആണ്. ഇതൊരു കിഡിലൻ ബാഗാണ്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് നല്ല 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണ്. കണ്ടോ, ഇതിൻ്റെ വെൽക്രോയും കാര്യങ്ങളൊക്കെ നല്ല ടഫാണ് കേട്ടോ. നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. നമ്മൾ സീറ്റ് അഴിച്ചതിന് ശേഷം സീറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിത് ഫിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ മേലെ വെക്കുക ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറേ ഇന്നർ പോക്കറ്റ്സും പൗച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈസി ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പൗച്ചസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സൈഡിലൊരു സ്മോൾ പേഴ്സ് പോലെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്സൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊളുത്തും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ബാഗും കാര്യങ്ങളും, ഇതിൻ്റെ സെറ്റിങ്സും, ഇതെങ്ങനെയാണ് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1790 ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3150 ആണ് വരുന്നത്. ഈ ബാഗിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ കാറ്റലോഗിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ വള്ളികളൊക്കെ പല സൈസിലാണ് ഇതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത്. അപ്പോൾ അത് എവിടേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്യണം, അത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു കാറ്റലോഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈസി ടു യൂസ് ആണ്. ഈ ബാഗ് വന്നിട്ട് 5 ലിറ്റർ ആണ്. ഈ ബാഗും അത്യാവശ്യം നല്ല കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗ് തന്നെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വിയറ്റാറ ബ്രാൻഡിൽ വരുന്ന ഒരു കിഡിലൻ ബാഗാണ്. നല്ല ഒരു ബാക്ക് പാക്കും ആണ്. അതുപോലെ തന്നെ ടാങ്ക് ബാഗ്, ലഗേജ് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൂപ്പർബാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു സ്മോൾ പൗച്ചസ് വരുന്നുണ്ട്. നമുക്ക് പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, നമുക്ക് ലോങ് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വള്ളികളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈസ് അഡ്ജസ്റ്റർ. പിന്നെ ഈ രണ്ട് സൈഡിലും സൈഡ് പൗച്ച് വരുന്നുണ്ട്. ഈ സൈഡ് പൗച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു റെയിനി സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കവർ കാണാൻ പറ്റും. നമുക്ക് മഴക്കാലത്തൊക്കെ എന്തായാലും ഈ ബാഗ് വെള്ളം നനയില്ല. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണ് കേട്ടോ. നമുക്കിതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2 അറകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും സെറ്റാക്കിയിട്ട് ഒതുക്കി വെക്കാൻ പറ്റുന്നൊരു ബാഗാട്ടോ.
നമുക്ക് അങ്ങനെ എന്ത് നല്ല സാധനങ്ങൾ വെച്ചാലും നാശാവൊന്നുമില്ല. ഇതിലൊക്കെ നല്ല സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ കണ്ടില്ലേ നല്ല ചെറിയ പേഴ്സ് വയ്ക്കാനുള്ളതും ഫോൺ വയ്ക്കാനൊക്കെ പറ്റുന്ന സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ല ക്വാളിറ്റി വൈസിൽ സൂപ്പറാണ് ഈ ബാഗ്. വിയറ്റാറ ബ്രാൻഡ് ബാഗിൽ തന്നെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എല്ലാവർക്കും. ഇൻ കവറായിട്ട് മാത്രമല്ല നല്ലൊരു റിഫ്ലക്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലൂറസൻ ഗ്രീനിൽ നല്ല റിഫ്ലക്ടർ ഷെയ്ഡിലാണ് വിയറ്റാറ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് MRP വരുന്നത് 5999 ആണ്. 5999 ആണ് ഇതിൻ്റെ MRP. അപ്പോൾ പ്രീമിയം വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ബാക്ക് പാക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വിയറ്റാറ ബ്രാൻഡിൽ തന്നെ വരുന്ന 2 സൈഡിൽ സ്റ്റേയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന 2 ബാഗുകളാണ്. ഇത് ക്വിക്ക് റിലീസ് ബാഗാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്ലിപ്പ്, ഈ ഒരു ഒറ്റ ക്ലിപ്പ് കഴിച്ചാൽ തന്നെ നമുക്കിത് വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സൈഡിൽ സ്റ്റേയിലാണ് ഈ സംഭവം അറ്റാച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഹാർലി അല്ല യൂണിവേഴ്സിലാണ് ഹാർലി, അതുപോലെ തന്നെ ഇപ്പം സൂപ്പർ മീറ്റിയോർ ആയിക്കോട്ടെ, ഇൻ്റർസെപ്റ്റർ, അങ്ങനെ എല്ലാ സൈഡിൽ സ്റ്റേ വരുന്ന എല്ലാ വണ്ടികൾക്കും ഈ ബാഗ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് 1 ഇയർ വാറൻറ്റി വരുന്നൊരു ബാഗാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 5999 ആണ്. ഇത് GT സീരീസിൽ വരുന്നൊരു പാറ്റേൺ ആണ് ഈ ഒരു ബാഗ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 20 ലിറ്ററാണ്. നമ്മൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഈ ഒരു ബാഗ്. ഇതിൻ്റെ ഇന്നർ സൈഡിൽ നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ നല്ല റെയിൻ കവർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു ബാഗ് ഉണ്ട്. നമുക്കിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാഗ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷന് ഈ ബാഗ്, ഈ പാറ്റേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ബാഗായിരിക്കും നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ. അതായത് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. പിന്നെ പ്രൈസും അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് ഈ ഒരു ക്വാളിറ്റിയും ഈ ഒരു സൈസിനൊക്കെ. ഈ 2 ബാഗിനാണ് 5999 വരുന്നത്. ഈ ബാഗും അതുപോലെ തന്നെ സെയിം കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി പൗച്ചും കാര്യങ്ങളും ഉണ്ട്. കുറച്ചധികം പേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ കാർഡുകളൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഫയലുകൾ, ലാപ്ടോപ്പ്, അങ്ങനെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസുള്ളൊരു ബാഗാണ്. അപ്പോൾ പ്രീമിയം വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. 5999 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനായിരിക്കും 5999. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ലഗേജ് കാരിയേഴ്സ് അഥവാ ബാക്ക് പാക്കുകളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഗൂഗിളിലും മറ്റുള്ളതിലൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും നല്ല മോഡൽ ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാ ബാഗും നല്ല ക്വാളിറ്റി വൈസ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും വാങ്ങാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ബാഗുകളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഉള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. നമ്മൾ വെക്കേഷനായിട്ട് എല്ലാവരും ട്രിപ്പ് മോഡിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ബാഗൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ഞാൻ പറയാണ്. എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം Garage 51.